BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ കഴിഞ്ഞ 10 വർഷത്തെ വിവിധ ക്രമക്കേടുകളെക്കുറിച്ച് സമഗ്രമായ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ. PSC ചെയർമാനും അംഗങ്ങൾക്കും നൽകി വരുന്ന 4 ലക്ഷത്തിൽ പരം രൂപയുടെ അതിഭീമമായ ശമ്പളം വെട്ടിച്ചുരുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി എന്നിവരേക്കാൾ മുന്തിയ ശമ്പളവും പെൻഷനുമാണ് ഇവർ പറ്റുന്നത്. PSC അംഗങ്ങളുടെ എണ്ണം ആവശ്യത്തിലധികമാണെന്നും ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആസൂത്രണ ബോർഡ്, PRD എന്നിവിടങ്ങളിലെ നിയമങ്ങളെ കുറിച്ച് പരാതികളിൽ ഉടൻ വിജിലൻസ് അന്വേഷണം നടത്തി കുറ്റവാളികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് ചെറിയാൻ ഫിലിപ്പ ആവശ്യപ്പെട്ടു. ജുഡീഷ്യൽ കമ്മീഷൻ നൽകുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ PSCയുടെ ഘടനയിലും ഉള്ളടക്കത്തിലും ഭരണ സംവിധാനത്തിലും പ്രവർത്തന രീതിയിലും മൗലിക മാറ്റങ്ങൾ വരുത്തണം. വിവിധ സർക്കാർ തസ്തികകളിലേക്കുള്ള നിയമനത്തിലുള്ള ചോദ്യപേപ്പർ നിർമ്മാണത്തിലെ അപാകതകൾ, ചോദ്യപേപ്പർ ചോർച്ച, ഉത്തരക്കടലാസിലെ മൂല്യനിർണ്ണയ തിരിമറി, പരീക്ഷകളിലെ കള്ളക്കളി, നിയമനങ്ങളിലെ അഴിമതി എന്നിവയെ ആസ്പദമാക്കി പല ഘട്ടങ്ങളിലായി ഉയർന്ന ആരോപണങ്ങൾ പൂർണ്ണമായും അന്വേഷണ വിധേയമാക്കണം. ആസൂത്രണ ബോർഡ് ചീഫ് നിയമനങ്ങളിലെ റാങ്ക് ലിസ്റ്റ് PSC തന്നെ റദ്ദാക്കിയത് ഗുരുതരമായ വീഴ്ചയുടെ കുറ്റസമ്മതമാണ്. PRDയിലെ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ നിയമനങ്ങളിൽ യോഗ്യതാ മാനദണ്ഡം തന്നെ മാറ്റുകയുണ്ടായത്. KAS നിയമനങ്ങളിൽ മാർക്ക് തട്ടിപ്പ് നടന്നതായി നിരവധി ഉദ്യോഗാർത്ഥികൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ മുമ്പാകെ പരാതി നൽകിയിരുന്നു. ഒരു ഭരണഘടനാ സ്ഥാപനമായ PSCയെ സമ്പൂർണ്ണമായി രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. അംഗങ്ങളുടെ നിയമനത്തിന് ചില രാഷ്ട്രീയ നേതാക്കൾ വൻ തുക കൈപ്പറ്റിയതായി ആക്ഷേപമുണ്ട്. LDFിലെ ചില ഘടകകക്ഷികൾ തങ്ങൾക്ക് കോട്ടയായി ലഭിച്ച PSC അംഗത്വം വിറ്റതായി പാർട്ടി നേതാക്കൾ തന്നെ പറഞ്ഞിരുന്നു. രാഷ്ട്രീയ കച്ചവട ഉപാധിയായി PSCയുടെ വിശ്വാസ്യത പൂർണ്ണമായും തകർന്നിരിക്കുകയാണെന്നും ചെറിയാൻ ഫിലിപ്പ ആരോപിച്ചു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.